ഫിഫ്ത്ത് ചാപ്റ്റർ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് എക്കോണമി. ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഫിഫ്ത്ത് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ പബ്ലിക് ഗുഡ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെൻറ്. പബ്ലിക് ഗുഡ്സ് ഗവൺമെൻറ് പ്രദാനം ചെയ്യണം. എന്താണ് കാരണം? പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന പാർക്കുകൾ, അങ്ങനെ എല്ലാവർക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത് ലാഭത്തിന് വേണ്ടിയല്ല, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെൻറ് തന്നെ നൽകണം. രണ്ടാമത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ആസ്തികളൊന്നും സൃഷ്ടിക്കാത്തതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് ചിലവഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് പ്രധാന വ്യത്യാസം. ഈ മൂന്നാമത്, ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗിവ്സ് ദ ബോറോയിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഇലൂസിഡേറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഫിസിക്കൽ ഡെഫിസിറ്റ് അത്രയും ഗവൺമെൻറ് കടമെടുക്കണം എന്നാണ്. അത് പറയുന്നത് ശരിയാണ്. എത്രയാണോ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളത് അത്രയും എമൗണ്ട് ഗവൺമെൻറ് കടമെടുക്കണം. അപ്പം ഗവൺമെൻറ്റിൻ്റെ കടബാധ്യത കാണിക്കുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗിവ്സ് ദ ബോറോയിങ് റിക്വയർമെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഇലൂസിഡേറ്റ്. നാലാമത്, ഗീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ്. റവന്യൂ ഡെഫിസിറ്റ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് നയിക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയും കടമെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് കൂടുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് കൂടുതൽ നയിക്കുന്നത്. ഇനി അഞ്ചാമത് പ്രോബ്ലമാണ്. പ്രോബ്ലം ആദ്യം വായിക്കാം, അതിനുശേഷം ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ബോർഡ് ചെയ്യുന്നുണ്ടാവും. സപ്പോസ് ദാറ്റ് ഫോർ എ പർട്ടിക്കുലർ എക്കോണമി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 200, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്നാണത്, ഓർ 150, നെറ്റ് ടാക്സസ് ദറ്റ് ഈസ് ലംസം ടാക്സസ് മൈനസ് ട്രാൻസ്ഫർ is 100, and consumption is given by C is equal to 100 plus 0.75y. Question number what? ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് വേറെ എടുത്ത് എഴുതുക, അതാണ് വേണ്ടത്. ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദി ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം എന്നാണ് ചോദ്യമാണ്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുക. ബി, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ. ഇപ്പോൾ ജി എമ്മും ടി എമ്മും കാണുക, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും കാണുക. സി, if government expenditure increased by 200, find the change in equilibrium. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 200 വർദ്ധിച്ചാൽ സന്തുലിത വരുമാനത്തിലുള്ള മാറ്റം കാണുക. ഈ ബോർഡ് ചെയ്യുന്നുണ്ടാവും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ എൻ എക്കോണമി ഡിസ്ക്രൈബ്ഡ് ബൈ ദി ഫോളോയിങ് ഫങ്ഷൻസ്. C is equal to 20 plus 0.8y, I is equal to 30, G is equal to 50, TR is equal to 100. Question, find the equilibrium level of income, സന്തുലിത വരുമാനം കണ്ടുപിടിക്കുക, and autonomous expenditure multiplier model, expenditure multiplier കണ്ടുപിടിക്കുക. B, if government expenditure increased by 30, what is the impact on equilibrium income? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 30 കൂടുകയാണെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകത്തിൽ എന്ത് മാറ്റം വരും? സി, ഇഫ് ലംസം ടാക്സസ് ഓഫ് 30 ഈസ് ആഡഡ് ടു പേ ഫോർ ദ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പർച്ചേസസ്, ഹൗ വിൽ ഇക്വിലിബ്രിയം ഇൻകം ചേഞ്ചസ്? ലംസം ടാക്സ് 30 കൂടി ആഡ് ചെയ്തു, ലംസം ടാക്സ് 30 ആഡ് ചെയ്തു. അപ്പം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ
30 ടാക്സ് പിരിച്ച് 30 ചിലവഴിച്ചു. അപ്പം ഇക്വിലിബ്രിയം ഇൻകത്തിൽ എന്താണ് ചേഞ്ച് എന്ന് കണ്ടുപിടിക്കുക. ഇതും ബോർഡ് ചെയ്യുന്നുണ്ടാവും. ചോദ്യം ആദ്യം ക്ലിയർ ആക്കുക. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. In the above equation, calculate the effect on output of a 10% increase in transfer and 10% increase in lumps and taxes. Compare the effects. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വേറെ ആദ്യം എടുത്ത് വലത് സൈഡിൽ എഴുതിയെടുക്കുക. എന്നിട്ട് 10% ട്രാൻസ്ഫർ വർദ്ധിച്ചു, ടാക്സും 10% വർദ്ധിച്ചു. ആ സമയത്തുള്ള ഇൻകത്തിലുള്ള എഫക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഡാറ്റകൾ ആദ്യം വലത് സൈഡിൽ എഴുതിയെടുക്കണം എല്ലാം. വി സപ്പോസ് ദാറ്റ് സി ഈസ് ഈക്വൽ ടു 70 + 0.7 YD, I is equal to 90, G is equal to 100, T is equal to 0.1 Y. Question. Find equilibrium income. B. What are tax revenues at equilibrium income? Does the government have a balanced budget? ഇത്രയാണ് ചോദ്യം. സി തന്നിട്ടുണ്ട്, ഡിസ്പോസിബിൾ ഇൻകാണ്, അപ്പം ഗവൺമെൻറ് ഉണ്ട് എന്നാണ്. ടാക്സും ട്രാൻസ്ഫറൊക്കെ ഉണ്ട്. ഇത് പ്രൊപ്പോർഷണൽ ടാക്സ് ആണ്, പ്രൊപ്പോർഷണൽ ടാക്സ് റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടാക്സ് സമയത്തുള്ള ഇക്വിലിബ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള സമവാക്യം ഉപയോഗിക്കണം. അത് നമ്മൾ ബോർഡ് ചെയ്യുന്നുണ്ടാവും. 9ാമത്തെ ക്വസ്റ്റ്യൻ. സപ്പോസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് 0.75 and there is a 20% proportional income tax. Find the change in equilibrium income for the following. A. Government purchase increases by 20. G. Government expenditure 20 കൂടുകയാണെങ്കിൽ. Then B. Transfer decreases by 20. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് 20 കുറയുകയാണെങ്കിൽ ഇൻകത്തിലുള്ള ചേഞ്ച് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമവാക്യം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ചെയ്യുന്നുണ്ടാവും. 10ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ ദി ടാക്സ് മൾട്ടിപ്ലയർ ഈസ് സ്മോളർ ഇൻ അബ്സല്യൂട്ട് വാല്യൂ ദാൻ ദി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയർ ആണ് കുറവായിരിക്കും എപ്പോഴും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനേക്കാൾ. കാരണം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ നേരിട്ട് സമൂഹത്തിലേക്ക് ആ എമൗണ്ട് ഇറങ്ങുന്നുണ്ട്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നേരിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. ഈ ടാക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം, ജനങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ഒരു ഭാഗം അത് ചിലവഴിക്കുന്നു, ഒരു ഭാഗം സമ്പാദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറാണ് എപ്പോഴും കൂടുതലുണ്ടാകുക. കാരണം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് ചിലവഴിച്ചാൽ അത് നേരിട്ട് AD വർദ്ധിപ്പിക്കുന്നുണ്ടാവും. എന്നാൽ ടാക്സ് കട്ടാണെങ്കിൽ ജനങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറച്ച് സമ്പാദ്യത്തിലേക്ക് പോകും. 11. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഡെഫിസിറ്റ് ആൻഡ് ഗവൺമെൻറ് ഡെപ്റ്റ്. ഗവൺമെൻറ് കമ്മിയും ഗവൺമെൻറ് കടവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗവൺമെൻറ് കമ്മി കൂടുന്നതിനനുസരിച്ച് അത് നികത്താൻ വേണ്ടി ഗവൺമെൻറ് കടമെടുക്കേണ്ടി വരും. അപ്പം കമ്മി കൂടുന്നതിനനുസരിച്ച് കടബാധ്യത കൂടാനാണ് സാധ്യത. അതാണ് ബന്ധം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡസ് പബ്ലിക് ഡെപ്റ്റ് ഇമ്പോസ് എ ബേർഡൻ? എക്സ്പ്ലെയിൻ. പൊതുകടം ഒരു ബാധ്യതയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പൊതുകടം അത് പ്രൊഡക്റ്റീവായ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു ബാധ്യതയല്ല. കാരണം അത് വീട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാരണം കടമെടുത്തുകൊണ്ട് എന്തെങ്കിലും ഉൽപ്പാദന പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് അത് കടം വീട്ടാൻ പറ്റും. ഇനി കടം വീട്ടാൻ പറ്റാത്ത കാര്യത്തിനാണ് കടം എടുത്ത പണം ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു ബർഡനാണ്, അതൊരു ബാധ്യതയായി മാറും. ഡസ് പബ്ലിക് ഡെപ്റ്റ് ഇമ്പോസ് എ ബേർഡൻ? എക്സ്പ്ലെയിൻ. അതാ കടമെടുത്ത പണം എന്തിനുപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ബേർഡൻ ആവുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. 13ാം ക്വസ്റ്റ്യൻ. ആർ ഫിസ്ക്കൽ ഡെഫിസിറ്റ്സ് ഇൻഫ്ലാഷണറി? ഫിസ്ക്കൽ ഡെഫിസിറ്റ് വിലക്കയറ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. ആണോ? അങ്ങനെ ആവണമെന്നുണ്ടോ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈ കടം എടുത്തുകൊണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ചിലവഴിക്കുകയാണ്, ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും.
അപ്പോൾ അമിതമായ കമ്മി വരുന്നത്, ഗവൺമെൻറ് ചെലവ് കൂടുന്നത് ഡിമാൻഡ് ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് വിലക്കയറ്റത്തിന് കാരണമാകാം എന്ന് പറയുന്നു. കാരണം ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻഫ്ലാഷണറി ആണോ എന്നുള്ള ചോദ്യം. ബജറ്റ് കമ്മി ഒരു ഇൻഫ്ലാഷണറി ആണ് എന്നുള്ളത് പറയാനുള്ളൊരു കാരണം അതാണ്. പതിനാലാമത്, ഡിസ്കസ് ദ ഇഷ്യൂ ഓഫ് ഡെഫിസിറ്റ് റിഡക്ഷൻ. ബജറ്റ് കമ്മി കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് അവിടെ. ബജറ്റ് കമ്മി കുറയ്ക്കണമോ എന്നുള്ളതാണ്. ഡിസ്കസ് ഇഷ്യൂ ഓഫ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് തുടർച്ചയായിട്ട് കമ്മി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രാജ്യത്തിന് പ്രയാസമാണ്. പക്ഷേ ഈ ബജറ്റ് കമ്മി ഗവൺമെൻറ് ചെലവുകൾ നല്ല കാര്യത്തിന്, പ്രൊഡക്റ്റീവായ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. ഡിസ്കസ് ദ ഇഷ്യൂ ഓഫ് ഡെഫിസിറ്റ് റിഡക്ഷൻ, കമ്മി കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച. ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? GST, ഗുഡ്സ് ആൻഡ് സർവീസസ്, ടാക്സസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് GST എന്ന് പറയുന്നത്. സാധന സേവനങ്ങളിന്മേലുള്ള നികുതിയാണ് GST എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഈ സെയിൽസ് ടാക്സിന് ഇപ്പം പകരമായിട്ടാണ് GST വരുന്നത്. അല്ല, ഹൗ ഗുഡ് ഈസ് ദ സിസ്റ്റം ഓഫ് GST as compared to the old tax system? State its categories. GST എന്താണ്, അതിൻ്റെ ഓൾഡ് സിസ്റ്റത്തിൽ നിന്ന് ഇതിൻ്റെ വ്യത്യാസം, ഇതൊക്കെ നോട്ടായി തരുന്നുണ്ടാവും. ഒക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബോർഡിൽ സോൾവ് ചെയ്യുന്നുണ്ടാവും, നോട്ടുകൾ രൂപത്തിലൊക്കെ തരുന്നുണ്ടാവും. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഒന്ന് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുകയാണ്, ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുകയാണ്. ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഈക്വൽ ടു y സ്റ്റാർ ഈസ് ഈക്വൽ ടു a ബാർ ഡിവൈഡ് ബൈ 1 - c ആണ്. അപ്പോൾ a ബാറിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് നോക്കുക. ഇവിടെ ടാക്സ് ഉണ്ട്, ട്രാൻസ്ഫർ തന്നിട്ടില്ല, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ടാക്സ് ഉണ്ടപ്പോൾ ഇൻകം കുറയും, മൈനസ് ആവില്ല. അപ്പോൾ a ബാറിൽ ഏതൊക്കെ വരും? c ബാർ മൈനസ് c ഇൻറ്റു ടി പ്ലസ് i ബാർ പ്ലസ് g ബാർ ഓൾ ഡിവൈഡ് ബൈ 1 - c. ഇതാണ് ഇക്വേഷൻ. a ബാർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a ബാർ ഡിവൈഡ് ബൈ 1 - c. c ബാർ 100 ആണ്, നമുക്കറിയാം. 100 കൊടുത്തു ഇൻറ്റു c ഇൻറ്റു ടി. c നമുക്കറിയാം 0.75 ആണ്, ഇൻറ്റു 100. ടി ടാക്സ് 100 ആണ്, പ്ലസ് i ബാർ 200 പ്ലസ് g 150. then all divided by 1 minus 0.75. then y is equal to, ഇതെല്ലാം കൂട്ടിയാൽ മുകളിലത്തെ ഭാഗം മൊത്തം കൂട്ടിയാൽ 375 കിട്ടും. all divided by 0.25 is equal to 1500 ആണ് ആൻസർ കിട്ടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക, ടാക്സ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഡെൽറ്റ ബൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 1 by 1 minus c ഈസ് ഈക്വൽ ടു 1 by 1 minus 0.75 ഈസ് ഈക്വൽ ടു 1 by 0.25 ഈസ് ഈക്വൽ ടു 4 ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഇനി ടാക്സ് മൾട്ടിപ്ലയർ നോക്കാം. ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് സി ഡിവൈഡ് ബൈ 1 minus c ഈസ് ഈക്വൽ ടു മൈനസ് 0.75 ഡിവൈഡ് ബൈ 1 by 0.75 ഈസ് ഈക്വൽ ടു 0.75 മൈനസ് 0.75 ഡിവൈഡ് ബൈ 0.25 ഈസ് ഈക്വൽ ടു -3. അപ്പം ടാക്സ് മൾട്ടിപ്ലയർ -3 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് 200, ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 200 കൂടിയാൽ എന്താണ് മാറ്റം വരിക? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഡിവൈഡ് ബൈ 1 minus c ഓർ 1 by 1 minus c ഇൻറ്റു ഡെൽറ്റ ജി എന്ന് പറയാം. നമുക്ക് മൾട്ടിപ്ലയർ ഇൻറ്റു ഡെൽറ്റ ജി പറയാം. 4 × 200 800. മൾട്ടിപ്ലയർ ഇൻറ്റു ഇങ്ങനെ കണ്ടുപിടിക്കാം. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഡിവൈഡ് ബൈ 1 minus c ഈസ് ഈക്വൽ ടു 200 ഹരിക്കണം 1 minus 0.75. 200 ഹരിക്കണം 0.25 ഈസ് ഈക്വൽ ടു 800. ഡെൽറ്റ ജി 200 ആണ്, അതിൻ്റെ 4 മടങ്ങ് 800 ആയി എന്നുള്ളതാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ്. വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു ടി ആർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ഹോൾ ഡിവൈഡ് ബൈ 1 minus c. ഇവിടെ ടാക്സ് തന്നിട്ടില്ല, അതുകൊണ്ടാണ് -CT പറയാത്തത്. ടാക്സ് പറഞ്ഞിട്ടില്ല ആദ്യം.
അപ്പോൾ നമ്മൾ സി ബാർ 20 ആണ് പ്ലസ് 0.8 ആണ് സി എം ബി സി 0.8 ആണ് പ്ലസ് ഇൻറ്റു 100 ആണ് ട്രാൻസ്ഫർ 100 ആണ് പ്ലസ് ഐ ബാർ 30 പ്ലസ് 50 ജി 1 മൈനസ് സി സി എം ബി സി നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ ഇക്വേഷനിൽ ഉണ്ട് 0.8 ആണ്. ഇത് മുകളിൽ മൊത്തം കൂട്ടിയാൽ 150 കിട്ടും. 150 ഹരിക്കണം -2 ഹരിക്കണം 0.2 900 ആണ് ഇക്വിലിബ്രിയം ഇൻകം കിട്ടുക. ഇനി മൾട്ടിപ്ലയർ എത്രയാണ് കണ്ടുപിടിക്കാം. ഡെൽറ്റ ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 1/1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് 0.8 is 1/1 മൈനസ് 1/0.2 is equal to 5. അതാണ് മൾട്ടിപ്ലയർ. ഈ ക്വസ്റ്റ്യൻ ഇംഗത്തിലെ മാറ്റം ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഇൻറ്റു കെ ഈക്വൽ ടു 30 ഇൻറ്റു 5 150 ഡെൽറ്റ ഇൻകം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 30 കൂടുമ്പോഴുള്ള മാറ്റം. ഇനി സി ഇഫ് ലംസം ടാക്സസ് ഇമ്പോസ്ഡ് ഇക്വിലിബ്രിയം ഇൻകം ഇൻക്രീസ്ഡ് ബൈ ഇവിടെ ടാക്സും കൂടി വരും. അപ്പോൾ സി ടി എന്നുള്ളതും കൂടി ഇതിൽ സമവാക്യം എ ബാറിൽ പെടും. എ ബാറിൽ എന്തൊക്കെ പെടും നോക്കൂ. വൈ ഈസ് ഈക്വൽ ടു സി ബാർ മൈനസ് സി ടി ടാക്സ് വന്നതുകൊണ്ടാണ് പ്ലസ് സി ഇൻറ്റു ടി ആർ പ്ലസ് ഐ ബാർ പ്ലസ് ജി പ്ലസ് ഡെൽറ്റ ജി. ഗവൺമെൻറ് ചെലവിൽ മാറ്റം വന്നാൽ എന്ത് മാറ്റം വരും എന്നാണ്. 30 ഗവൺമെൻറ് ചെലവിൽ മാറ്റം 30 കൂടി ഇവിടെ കൂട്ടണം. ഇസിക്കൽ 20 മൈനസ് 0.8 ഇൻറ്റു 30 പ്ലസ് 0.8 ഇൻറ്റു 100 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 30 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8. ഇത് സോൾവ് ചെയ്താൽ 20 130 മൈനസ് 24 പ്ലസ് 80 ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് 0.8 186 ഡിവൈഡ് ബൈ 0.2 ഇസ് ഈക്വൽ ടു 930 കിട്ടും. ഇതാണ് സി ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യനിലെ സി ആൻസർ. ഇൻകം ഡിക്രീസസ് ബൈ എമൗണ്ട് RS 120 1050 കുറയ്ക്കണം 930 120. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനാണ് 10% ഇൻക്രീസ് ഇൻ ട്രാൻസ്ഫർ 10% കൂടിയാൽ 10% കൂടിയാൽ 110 എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ മാറ്റം വരും. അതിവിടെ ഈ സമവാക്യത്തിൽ നമ്മൾ 100 പകരം 110 കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും. 188 ഹരിക്കണം. അപ്പം y is equal to 188 ഡിവൈഡ് ബൈ 0.2 എന്ന് കിട്ടും. 940 കിട്ടുക. ഇതുകൊണ്ട് സി ടി ഇതിൽ സി ടിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഈ ഇൻകത്തിൽ നിന്ന് ഈ 180 നിന്ന് നമുക്ക് സി കുറയ്ക്കണം. അപ്പം നമുക്ക് 180 നിന്ന് 26.4 കുറയ്ക്കണം. അതാണ് ടാക്സ്. അപ്പോൾ 153.6 കിട്ടും. 153.6 ഹരിക്കണം 0.2 ഈക്വൽ ടു 768 കിട്ടും. 5 സ്റ്റാർ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം ആണ്. ആൻസർ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി ആണ്. ഇവിടെ പ്രൊപ്പോർഷണൽ ടാക്സ് ആയതുകൊണ്ട് ഇതാണ് സമവാക്യം നമുക്കറിയാം. എ ബാർ 70 പ്ലസ് സി ബാർ 70 ആണ്, ഐ ബാർ 90 ആണ്, പ്ലസ് ജി 100 ആണ്. 1 മൈനസ് 0.7 ഇൻറ്റു 1 മൈനസ് 0.1 സോൾവ് ചെയ്ത് അങ്ങനെ കിട്ടുന്നുണ്ടാവും. 260 ഹരിക്കണം 1 കുറയ്ക്കണം 0.7 ഇൻറ്റു 0.9. അപ്പോൾ 260 ഹരിക്കണം 1 കുറയ്ക്കണം 0.63 കിട്ടും. y is equal to 260 പ്ലസ് 0.37 കിട്ടും. is equal to 702.70. ഇനി 10% ടാക്സ് എത്രയാണ് കണ്ടുപിടിക്കുക. 10% ഇൻകത്തിൻ്റെ 10% ആണ്. ഇൻകം 702 ആണ്. അതിൻ്റെ 10% എത്രയായിരിക്കും. 70.27 ആയിരിക്കും 10%. അപ്പോൾ ടാക്സ് 70.27. 702.7ൻ്റെ 10%. 70.27. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെൻറ് പർച്ചേസസ് ഇൻക്രീസസ് ബൈ
Find the change in equilibrium. The answer delta y is equal to delta g divided by 1 minus c into 1 minus t is equal to 20 divided by 1 minus 0.75 into 1 minus 0.2. ഇങ്ങനെ സോൾവ് ചെയ്യാം. 20 divided by 1 minus 0.75 into 0.8, 20 divided by 1 minus 0.6, 20 divided by 0.4 is equal to 50. Increase in income 50 ആയിരിക്കും. അതിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ ഡെൽറ്റ y is equal to delta t into tr divided by 1 minus c into 1 minus t, 0.75 into 20 all divided by 1 minus 0.75, 1 minus 0.2. 15 by 0.4 is equal to 37.5. Decrease in income. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഒന്ന് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുകയാണ്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുകയാണ്. ഇക്വിലിബ്രിയം ഇൻകം ഇസ് ഈക്വൽ ടു y സ്റ്റാർ ഇസ് ഈക്വൽ ടു a ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് c ആണ്. അപ്പോൾ a ബാറിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് നോക്കുക. ഇവിടെ ടാക്സ് ഉണ്ട്. ട്രാൻസ്ഫർ തന്നിട്ടില്ല, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ടാക്സ് ഉണ്ടപ്പോൾ ഇൻകം കുറയും, മൈനസ് ആവില്ല. അപ്പോൾ എ ബാറിൽ ഏതൊക്കെ വരും? സി ബാർ മൈനസ് സി ഇൻറ്റു ടി പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇതാണ് ഇക്വേഷൻ. എ ബാർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. സി ബാർ 100 ആണ് നമുക്കറിയാം. 100 കൊടുത്തു ഇൻറ്റു സി ഇൻറ്റു ടി. സി നമുക്കറിയാം 0.75 ആണ്. ഇൻറ്റു 100 ടി ടാക്സ് 100 ആണ് പ്ലസ് ഐ ബാർ 200 പ്ലസ് ജി 150. then all divided by 1 minus 0.75. then y is equal to ഇതെല്ലാം കൂട്ടിയാൽ മുകളിലത്തെ ഭാഗം മൊത്തം കൂട്ടിയാൽ 375 കിട്ടും. all divided by 0.25 is equal to 1500 ആണ് ആൻസർ കിട്ടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക, ടാക്സ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഡെൽറ്റ ബൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ജി is equal to 1 by 1 minus c is equal to 1 by 1 minus 0.75 is equal to 1 by 0.25 is equal to 4. 4 ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഇനി ടാക്സ് മൾട്ടിപ്ലയർ നോക്കാം. ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി is equal to മൈനസ് സി ഡിവൈഡ് ബൈ 1 minus c is equal to മൈനസ് 0.75 ഡിവൈഡ് ബൈ 1 by 0.75 is equal to 0.75 minus 0.75 divided by 0.25 is equal to minus 3. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ മൈനസ് 3 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് 200, ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 200 കൂടിയാൽ എന്താണ് മാറ്റം വരിക? ഡെൽറ്റ വൈ is equal to ഡെൽറ്റ ജി ഡിവൈഡ് ബൈ 1 മൈനസ് സി ഓർ 1 by 1 minus c into delta g എന്ന് പറയാം. നമുക്ക് മൾട്ടിപ്ലയർ ഇൻറ്റു ഡെൽറ്റ ജി പറയാം. 4 ഇൻറ്റു 200 800 മൾട്ടിപ്ലയർ ഇൻറ്റു ഇങ്ങനെ കണ്ടുപിടിക്കാം. ഡെൽറ്റ വൈ is equal to ഡെൽറ്റ ജി ഡിവൈഡ് ബൈ 1 minus c is equal to 200 ഹരിക്കണം 1 minus 0.75, 200 ഹരിക്കണം 0.25 is equal to 800. ഡെൽറ്റ ജി 200 ആണ്, അതിൻ്റെ 4 മടങ്ങ് 800 ആയി എന്നുള്ളതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് y സ്റ്റാർ is equal to c ബാർ പ്ലസ് c ഇൻറ്റു ടി ആർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇവിടെ ടാക്സ് തന്നിട്ടില്ല, അതുകൊണ്ടാണ് മൈനസ് സി ടി പറയാത്തത്. ടാക്സ് പറഞ്ഞിട്ടില്ല ആദ്യം. അപ്പോൾ നമ്മൾ സി ബാർ 20 ആണ് പ്ലസ് 0.8 ആണ് സി എം ബി സി 0.8 ആണ് പ്ലസ് ഇൻറ്റു 100 ആണ് ട്രാൻസ്ഫർ 100 ആണ് പ്ലസ് ഐ ബാർ 30 പ്ലസ് 50 ജി 1 മൈനസ് സി. സി എം ബി സി നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ ഇക്വേഷനിൽ ഉണ്ട് 0.8 ആണ്. ഇത് മുകളിൽ മൊത്തം കൂട്ടിയാൽ 150 കിട്ടും. 150 ഹരിക്കണം മൈനസ് 2 ഹരിക്കണം 0.2 ഈക്വൽ ടു 900 ആണ് ഇക്വിലിബ്രിയം ഇൻകം കിട്ടുക. ഇനി മൾട്ടിപ്ലയർ എത്രയാണ് കണ്ടുപിടിക്കാം. ഡെൽറ്റ ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 1 by 1 minus c into 1 by
1 minus 0.8 is 1 by 1 minus 0.1 by 0.2 is equal to 5. അതാണ് മൾട്ടിപ്ലയർ. ബി ക്വസ്റ്റ്യൻ, ഇംഗത്തിലെ മാറ്റം ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 5 150 ഡെൽറ്റ ഇൻകം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 30 കൂടുമ്പോഴുള്ള മാറ്റം. ഇനി സി, ഇഫ് ലംസം ടാക്സസ് ഇമ്പോസ്ഡ് ഇക്വിലിബ്രിയം ഇൻകം ഇൻക്രീസ്ഡ് ബൈ, ഇവിടെ ടാക്സും കൂടി വരും. അപ്പോൾ സി ടി എന്നുള്ളതും കൂടി ഇതിൽ സമവാക്യം എ ബാറിൽ പെടും. എ ബാറിൽ എന്തൊക്കെ പെടും നോക്കൂ. വൈ ഈസ് ഈക്വൽ ടു സി ബാർ മൈനസ് സി ടി ടാക്സ് വന്നതുകൊണ്ടാണ്, പ്ലസ് സി ഇൻറ്റു ടി ആർ പ്ലസ് ഐ ബാർ പ്ലസ് ജി പ്ലസ് ഡെൽറ്റ ജി. ഗവൺമെൻറ് ചെലവിൽ മാറ്റം വന്നാൽ എന്ത് മാറ്റം വരും എന്നാണ്. 30 ഗവൺമെൻറ് ചെലവിൽ മാറ്റം 30 കൂടി ഇവിടെ കൂട്ടണം. ഇസ് ഈക്വൽ 20 മൈനസ് 0.8 ഇൻറ്റു 30 പ്ലസ് 0.8 ഇൻറ്റു 100 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 30 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8. ഇത് സോൾവ് ചെയ്താൽ 20 130 മൈനസ് 24 പ്ലസ് 80 ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് 0.8 186 ഡിവൈഡ് ബൈ 0.2 ഇസ് ഈക്വൽ ടു 930 കിട്ടും. ഇതാണ് സി ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യനിലെ സി ആൻസർ. ഇൻകം ഡിക്രീസസ് ബൈ എമൗണ്ട് RS 120. 1050 കുറയ്ക്കണം 930 120. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനാണ്. 10% ഇൻക്രീസ് ഇൻ ട്രാൻസ്ഫർ 10% കൂടിയാൽ 100 10% കൂടിയാൽ 110 എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ മാറ്റം വരും. അതിവിടെ ഈ സമവാക്യത്തിൽ നമ്മൾ 100ന് പകരം 110 കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും? 188 ഹരിക്കണം. അപ്പം y ഈസ് ഈക്വൽ ടു 188 ഡിവൈഡ് ബൈ 0.2 എന്ന് കിട്ടും. 940 കിട്ടുക. ഇതുകൊണ്ട് സി ടി, ഇതിൽ സി ടിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഈ ഇംഗത്തിൽ നിന്ന് ഈ 180 നിന്ന് നമുക്ക് സി കുറയ്ക്കണം. അപ്പം നമുക്ക് 180 നിന്ന് 26.4 കുറയ്ക്കണം. അതാണ് ടാക്സ്. അപ്പോൾ 153.6 കിട്ടും. 153.6 ഹരിക്കണം 0.2 ഈക്വൽ ടു 768 കിട്ടും. 5 സ്റ്റാർ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം ആണ്. ആൻസർ എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി ആണ്. ഇവിടെ പ്രൊപ്പോർഷണൽ ടാക്സ് ആയതുകൊണ്ട് ഇതാണ് സമവാക്യം, നമുക്കറിയാം. എ ബാർ 70 പ്ലസ് സി ബാർ 70 ആണ്, ഐ ബാർ 90 ആണ്, പ്ലസ് ജി 100 ആണ്. 1 മൈനസ് 0.7 ഇൻറ്റു 1 മൈനസ് 0.1 സോൾവ് ചെയ്ത് അങ്ങനെ കിട്ടുന്നുണ്ടാവും. 260 ഹരിക്കണം 1 കുറയ്ക്കണം 0.7 ഇൻറ്റു 0.9. അപ്പോൾ 260 ഹരിക്കണം 1 കുറയ്ക്കണം 0.63 കിട്ടും. y ഈസ് ഈക്വൽ ടു 260 പ്ലസ് 0.37 കിട്ടും. ഈസ് ഈക്വൽ ടു 702.70. ഇനി 10% ടാക്സ് എത്രയാണ് കണ്ടുപിടിക്കുക? 10% ഇൻകത്തിൻ്റെ 10% ആണ്. ഇൻകം 702 ആണ്, അതിൻ്റെ 10% എത്രയായിരിക്കും? 70.27 ആയിരിക്കും 10%. അപ്പോൾ ടാക്സ് 70.27. 702.7ൻ്റെ 10%. 70.27. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെൻറ് പർച്ചേസസ് ഇൻക്രീസസ് ബൈ ഫൈൻഡ് ദി ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം. ആൻസർ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി is equal to 20 divided by 1 minus 0.75 into 1 minus 0.2. ഇങ്ങനെ സോൾവ് ചെയ്യാം. 20 divided by 1 minus 0.75 into 0.8. 20 divided by 1 minus 0.6. 20 divided by 0.4 is equal to 50. ഇൻക്രീസ് ഇൻ ഇൻകം 50 ആയിരിക്കും. അതിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ
delta y is equal to delta t into tr divided by 1 minus c into 1 minus t, 0.75 into 20 all divided by 1 minus 0.75, 1 minus 0.2. 15 by 0.4 is equal to 37.5, decrease in income.